എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു UK എങ്ങോട്ട് താമസിക്കുന്ന ഒരു കുടുംബം ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കുറച്ച് നാളുകളായി ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ കണ്ടപ്പോൾ അതിന്റെ വിശദീകരണം എന്റെ ശ്രോതാക്കളുമായി ഒന്ന് സംസാരിക്കാം എന്ന് കരുതി. അവരുടെ ഉള്ളിലെ ആശങ്ക, UK ഒരുപാട് പള്ളികൾ പൂട്ടിപ്പോകുന്നു. അവകളിൽ പലതും ഇന്ന് മ്യൂസിയമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഇറങ്ങിപ്പോക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആകുലത. അവരിതിന്റെ ആ ബിൽഡിങ്ങുകളുടെ പണികൾ കാണിക്കുന്നുണ്ട്, അവകളുടെയൊക്കെ ശ്രേഷ്ഠതയെ കാണിക്കുന്നുണ്ട്, ആ പള്ളി കെട്ടിടങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് അവർ വർണ്ണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവകളിൽ ആളില്ലാതെ പോയിരിക്കുന്നതിനെ കുറിച്ചുള്ള വേദനയും അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടൻ വിസിറ്റ് ചെയ്തപ്പോഴും കാൻഡർബറി വിസിറ്റ് ചെയ്തപ്പോഴും സ്കോട്ട്ലാൻഡിൽ പോയപ്പോഴും ഒക്കെ ഇമാതിരി അനേകം പള്ളികൾ പൂട്ടിയിട്ടിരിക്കുന്നത് നേരിട്ട് കാണുവാനും ചിലതിനെങ്കിലും ആ പള്ളിയുടെ മുൻഭാഗം അവർ അവിടുത്തെ ബാറുകൾ പോലെ ആക്കി മാറ്റിയിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് അന്ന് അത് ചെറിയൊരു വിഷമമായി, 10 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നാണ് എന്റെ വിശ്വാസം, ചെറിയൊരു വിഷമമായി തോന്നിയെങ്കിലും ഈ അടുത്ത ഇടയ്ക്കൊക്കെ ഉണ്ടായ വിസിറ്റുകളിൽ ഞാൻ കണ്ടതിൽ നിന്നും എനിക്കൊരു വിഷമം തോന്നിയില്ല. അതിന്റെ കാരണങ്ങൾ പലതാണ്. UK അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ സഭകൾ പൂട്ടിക്കിടക്കുകയാണ്. മറ്റൊരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു, അതിൽ അമേരിക്കയിലെ പലയിടങ്ങളിലും സഭകൾ പൂട്ടിപ്പോകുന്നതിനെ കുറിച്ച് വിശദീകരണങ്ങൾ കണ്ടു. അപ്പോൾ ഈ UK അതർവൈസ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സഭകൾ പലതും പൂട്ടിപ്പോകുന്നതും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ സഭകൾ പലതും ഉടലെടുക്കുന്നതും ഒരേ സമയം സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ചില വിഷയങ്ങളിലെ പഠനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ ഒരെണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ഗ്രേറ്റർ അഫ്ലുവൻസ് ഉണ്ടായതാണ് ദൈവസഭകൾ പൂട്ടിപ്പോകാനുണ്ടായ പ്രധാന കാരണമെന്ന് അയാൾ അഭിപ്രായപ്പെടുകയാണ്. ഗ്രേറ്റർ അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അധികമായ സമ്പത്ത്, അധികമായ ഐശ്വര്യം, അധികമായ സമൃദ്ധി, ഇവകൾ ഉണ്ടായതാണ് സഭകളിൽ ആള് പോകാതായതെന്നാണ് അഭിപ്രായം. പക്ഷെ കേരളത്തിന്റെ ഗതി എന്താണ്? അധികമായ സമ്പത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ ജനം സഭകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അധികമായ സമ്പത്ത് ഉണ്ടായത് കൊണ്ടാണ് പൗരസ്ത്യ ദേശങ്ങളിൽ ജനം ആരാധനയ്ക്ക് പോകാത്തതെന്നും സമ്പത്തില്ലാതിരുന്നു എങ്കിൽ സഭകൾ വളരുമായിരുന്നു എന്നും അവർ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജനം, കേരളത്തിലെ ജനം അധിക സമ്പത്തുണ്ടാകുമെന്നും സമൃദ്ധി ഉണ്ടാകുമെന്നും സൗഖ്യമുണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞാണ് ഇവർ സഭകളിലേക്ക് തള്ളിക്കയറുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഒരു ഇറക്കമാണ്. രണ്ടാമതായി അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം സെൽഫ് ഡയറക്റ്റഡ് സ്പിരിച്വാലിറ്റിയാണ്, സ്വനിർദ്ദേശിത ആത്മീയത. അത് ഒരു കണക്കിന് ഒരു പ്രശ്നം തന്നെയാണ്. അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങി സംസാരിച്ചാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വനിർദ്ദേശിതം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഒരാത്മീകനായി അഭിനയിക്കുകയും എനിക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ഞാൻ എന്നിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യും. അതൊരു അപകടം പിടിച്ച കാര്യം തന്നെയാണ്. കാരണം ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നവനെ പഠിപ്പിക്കേണ്ടതും അവനെ നിയന്ത്രിക്കേണ്ടതും അവനെ ബോധ്യപ്പെടുത്തേണ്ടതും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരാം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യസ്ഥൻ ലഭിക്കും. കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധവൽക്കരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ സഭയുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം സെൽഫ് ഡയറക്റ്റഡ് സ്പിരിച്വാലിറ്റി തന്നെയാണ്. ഞാൻ ആത്മീകനാണെന്ന ഒരു തെറ്റിദ്ധാരണ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഞാൻ എനിക്ക് കർണരസമാകുമാറുള്ളത് എന്ന് പറഞ്ഞാൽ പൗലോസ് ലേഖൻ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം ഒടുവിലത്തെ അധ്യായത്തിൽ
ഇങ്ങനെയാണ് പറയുന്നത്, അന്ത്യകാലത്ത് ജനം ഭക്ത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലം വരും. ഇന്ന് ഉപദേഷ്ടാക്കന്മാരെ നമ്മൾ പെരുക്കണ്ട. ഞാൻ തിരുവനന്തപുരം പട്ടണത്തിന്റെ മാത്രം കാര്യം പറഞ്ഞാൽ എല്ലാ സൈസ് സാധനങ്ങളും തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കാതുകൾക്ക് ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാം. ആ തെരഞ്ഞെടുക്കൽ സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അല്ലാതെ ഒരു പുതിയ ഉപദേശം അയാൾ സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൈവിടാൻ താല്പര്യമില്ലാത്തവകളെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടും എന്റെ രീതിക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു ഉപദേശിയെയും ഒരു കൂട്ടായ്മയെയും കണ്ടെത്തുക വളരെ എളുപ്പമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത, ഒരു മനുഷ്യനും മാനസാന്തരപ്പെടേണ്ടതായിട്ടില്ല. ഒരു മനുഷ്യനും ഒരു പാപത്തെയും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. ഒരു മനുഷ്യനും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടേണ്ടതായിട്ടില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതായിട്ട് പോലുമില്ല. പിന്നെ അവർക്ക് സുഖേനെ അവരുടെ കർണരസമാകുമാറുള്ള പാട്ടും കുരവിടലും ഒക്കെ കണ്ട് അവർക്കങ്ങ് ജീവിച്ചു പോകാം. ജനത്തിനത് ഇഷ്ടമാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ പ്രസംഗിക്കുന്നത് കേട്ടു. ഇയ്യോബിന് കഴുതയുണ്ടായിരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? എന്നിട്ട് പുള്ളി 2 ചാട്ടമൊക്കെ ചാടി ഞെളിഞ്ഞൊരു നിപ്പൊക്കെ നിന്ന് 2-3 മട്ടൊക്കെ കാണിച്ചിട്ട് പുള്ളി പറയുകയാണ്, കഴുതയുടെ പാലിന് 5000 രൂപയാണ് വില. കഴുതയുടെ പാല് ചായ ഇടാനല്ല ഉപയോഗിക്കുന്നത്, ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇയ്യോബ് കഴുത വളർത്തിയിരുന്നത് ഫെയർ ആൻഡ് ലവ്ലി ഉണ്ടാക്കാനാണെന്ന് മട്ടിലൊന്ന് പ്രസംഗിച്ച് അവസാനിപ്പിച്ചു. എന്നിട്ട് നിപ്പും മട്ടും ഒക്കെ കാണാം. സുവിശേഷം പറയാൻ നിൽക്കുന്ന ഒരു കഴുതയുടെ ഗതികേടാണെന്നറിയണം. അവന്റെ കൂടെയും നിൽക്കാൻ ജനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ പുതുമ എന്തെങ്കിലും പ്രസംഗിക്കുക, അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും വേണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് കുറെ സാംബശിവൻ മോഡല്, കുറെ അഭിനയമൊക്കെ കാണിച്ച് ഈ ജനത്തെ തിരുവെഴുത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിൽ ജനത്തിന് കർണരസമാകുമാറുള്ള എന്തെങ്കിലുമൊക്കെ കുറെ തള്ളുകൾ നടത്തി ഇവരെ കബളിപ്പിക്കുക. യൂറോപ്പിൽ സഭകൾ പൂട്ടിക്കിടക്കുന്നത് ഈ കബളിക്കപ്പെടലിന് ജനം ചെല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൽ സഭകൾ തുറന്നിരിക്കുന്നതും യൂറോപ്പിൽ സഭകൾ അടഞ്ഞു കിടക്കുന്നതും തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അവിടെ ജനം പോകുന്നില്ല, ഇവിടെ ജനം പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ട് വീട്ടിൽ പോകുന്നു. അവിടെ ജനം കർത്താവിനെ അവഹേളിക്കുന്നില്ല, ഇവിടെ ജനം നേരിട്ട് ചെന്നിരുന്ന് കർത്താവിനെ പരിഹസിക്കുന്നു. അവിടെ കർത്താവിന്റെ പേരിൽ കച്ചവടങ്ങൾ കുറവാണ്, ഇവിടെ കർത്താവിന്റെ പേരിൽ കച്ചവടം നടക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സഭകൾ തുറന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയൊന്നും വേണ്ട. അവിടെ സഭകൾ പൂട്ടിക്കിടക്കുന്നു എന്നതിൽ ദുഃഖിക്കുകയും വേണ്ട. വാസ്തവത്തിൽ ഇവിടെ സഭകൾ തുറന്നിരുന്ന് എന്തൊക്കെയോ കോപ്രായം കാണിച്ച് നമുക്ക് വേണ്ടി ജീവന നൽകിയ കർത്താവിനെ പരിഹസിക്കുന്നതിനേക്കാൾ അവിടെ കിടക്കുന്ന മട്ടിന് സഭകൾ പൂട്ടിക്കിടന്ന് പണ്ടൊരിക്കൽ ഇവിടെ ആരാധന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ അത് കയറി കണ്ടുപോകുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം പരിശുദ്ധാത്മാവിന് ദൈവസഭയിൽ സ്ഥാനമില്ല എന്നത് തന്നെയാണ്. പരിശുദ്ധാത്മാവിന് ദൈവസഭയിൽ സ്ഥാനമില്ലെങ്കിൽ അബ്സല്യൂട്ട്ലി ദാറ്റ് ഈസ് ഡെഡ് ചർച്ച്. ഇവിടെ വ്യവസ്ഥാപിത ചർച്ചകൾ ഒരുപാടുണ്ടെന്നറിയണം. നമുക്കറിയാം യാഥാസ്ഥിതിക ചർച്ചകൾ ഇവിടെ ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ നാമധേയ സഭകൾ, റോമൻ കാത്തലിക് ആയാലും യാക്കോബായ ആയാലും ഓർത്തഡോക്സ് ആയാലും മർത്തോമ ആയാലും CSI ആയാലും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാമധേയ സഭകളുണ്ട്. എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന കുറെ സഭകൾ. അവകളുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. കുറച്ചുകൂടി മുകളിലേക്ക് കടന്നു വന്നാൽ പെന്റക്കോസ്റ്റ് എന്നൊരു കൂട്ടായ്മയുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരു കാലത്ത് പ്രാപിച്ചിരുന്ന ജനം, പരിശുദ്ധാത്മ പൂർണ്ണരായി ജീവിച്ചിരുന്ന ജനം, ജീവിക്കുന്ന എന്നല്ല ജീവിച്ചിരുന്ന ജനം, പരിശുദ്ധാത്മം നിയന്ത്രിതമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് അവകളൊക്കെ മാറി. ഇന്ന് കമ്മിറ്റിക്കാർ കാര്യം നിയന്ത്രിക്കും. ഇന്ന് സഭയുടെ രീതിയൊക്കെ വളരെയധികം വ്യത്യസ്തമായി. നാമധേയ സഭകൾ നടക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് ഇവകൾക്കകത്തും കാര്യങ്ങളൊക്കെ തത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത, അതിന്റെ വേദനാജനകമായ കാര്യം. നാമധേയ സഭകളിലെ ജനത്തോട് നിങ്ങൾ യേശുവിനെ കുറിച്ചൊരു 4 ചോദ്യം ചോദിച്ചാൽ രണ്ടാമത്തെ ലൈൻ ചോദ്യം വരെ അവർക്ക് ചിലപ്പോൾ മറുപടി പറയാൻ കഴിയും. 3-4 റൗണ്ടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് യാതൊന്നും അറിയില്ല
എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. പെന്റക്കോസ്റ്റിലേക്ക് വരുമ്പോഴും ഇതിൽ നിന്ന് വിഭിന്നമല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പോലും കയ്യടിയും അന്യഭാഷയുമായി ഈ കൂട്ടത്തിന്റെ ഇടയിൽ വിരാജിച്ച് മുമ്പിലേക്ക് പോകുന്നുണ്ട്. സാക്ഷാൽ ലൂസിഫറിന്റെ സഹായത്തോടുകൂടി കൃത്യം വെളിച്ചപ്പാടൻ തുള്ളി ഒരുപാട് സഭകൾ ഇവിടെ ഉഷാറായി അരങ്ങ് തകർക്കുന്നുണ്ട്. ഇവകളെങ്ങനെ തിരിച്ചറിയാമെന്ന ചോദ്യം വളരെ പ്രസക്തമായിരിക്കുമ്പോൾ നമ്മൾ വചനം ഒന്ന് നിരീക്ഷിച്ചാൽ ഈസിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടാത്ത എല്ലാ കൂട്ടായ്മകളെയും കൂട്ടായ്മ എന്ന് വിളിക്കാം, അല്ലാതെ കൂട്ടായ്മ എന്ന് വിളിക്കാനില്ല. ജനങ്ങൾ ഏതാണ്ട് കൂട്ടായിരുന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നതിലുപരി ക്രിസ്തു മാനവകുലത്തിന് വേണ്ടി ചെയ്തു വച്ച അല്ലെങ്കിൽ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്ര പരാജയം തന്നെയാണ്. ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ അരയിൽ ഒരു തോർത്ത് ചുറ്റി നിലത്തിറങ്ങിയിരുന്ന ശിഷ്യന്മാരുടെ കാൽപാദം കഴുകാൻ ഒരുങ്ങുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 200 പേരുടെ കാലുകൾ കഴുകണമെന്ന് പറഞ്ഞാൽ ഞാനത് കഴുകാൻ തയ്യാറാണ്. പക്ഷേ അതിലൊരാളെ പോലും എന്നെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണാൻ എനിക്ക് ഹൃദയം കൊണ്ട് കഴിയില്ലെങ്കിൽ 200 പേരെ ഞാൻ കഴുകിയത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതിൽ പിശാചിന് മാത്രമേ മെരിട്ടുള്ളൂ എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. സ്വർഗത്തിലെ മഹത്വം വെടിഞ്ഞ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, മുഴുവൻ മാനവകുലത്തെയും വീണ്ടെടുത്ത് കർത്താവിന്റെ രാജ്യത്തിലാക്കുവാൻ വേണ്ടി മഹത്വം മുഴുവൻ വെടിഞ്ഞ് വെറും മനുഷ്യനായി മാറി ഈ ഭൂമിയിൽ 33 കൊല്ലം ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കാണിച്ചു തന്ന മാർഗമാണത് മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണാൻ. അപ്പൊ ദൈവസഭയ്ക്കകത്ത് അത് നടക്കുന്നില്ലെങ്കിൽ ആ ദൈവസഭ മരിച്ച സഭ തന്നെയാണ്. അത് തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ടോ, അതിൽ നല്ല ഉഷാറുള്ള കമ്മിറ്റി നിലനിൽക്കുന്നത് കൊണ്ടോ, 3 കൊല്ലം വെച്ചിട്ട് ഉപദേശിയെ മാറ്റുന്നത് കൊണ്ടോ, അവിടത്തെ മതില് കെട്ടലും വെള്ളയടിക്കലും മാറ്റ് വിരിക്കലും കസേര മേടിക്കലും അവിടത്തെ അത്താഴ വിരുന്നുകൾ ഭംഗിയായി നടക്കുന്നതിലും പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നുമില്ല സുഹൃത്തെ. മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്നെണ്ണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവുമായി ബന്ധമില്ലാതിരിക്കെ ആ കൂട്ടായ്മയെ നമുക്ക് കർത്താവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. അത് വെറുതെ ഇവിടത്തെ SNDP യോഗം പോലെയോ മറ്റെന്തെങ്കിലും യോഗം പോലെയോ കൂടിപ്പോകുന്ന ഒരു കൂട്ടായ്മയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ എന്നതിന് സംശയം വേണ്ട. അപ്പോൾ യേശുക്രിസ്തു നിലത്തിറങ്ങിയിരുന്ന് അവരുടെ കാലുകൾ കഴുകി തുവർത്തുകൊണ്ട് തുടച്ചു കൊടുക്കുകയാണ്. എത്ര മനോഹരമാണത്! ആ പ്രോഗ്രാം ഇന്ന് പല സഭകളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തെ ഉള്ളടക്കം സഭകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം 13-ാം അധ്യായത്തിന്റെ തന്നെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ശീമോൻ പത്രോസുമായി സംസാരിക്കുക. ശീമോൻ പത്രോസിനോട് കർത്താവ് പറയുക, മോനെ ഞാന് എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പൊ ശീമോൻ ഏതാണ്ട് ഒരു സംശയം. ശീമോൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്ത്? ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ശീമോൻ പത്രോസ് യേശുവിനോട് ചോദിക്കുക, കർത്താവേ നീ എങ്ങോട്ട് പോവുകയാണ്? നീ പോകുന്നിടത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, മോനെ നിനക്ക് ഇപ്പോൾ അവിടേക്ക് വരാൻ കഴിയില്ല, നീ പിന്നീട് വരും. പത്രോസ് പറഞ്ഞു, ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ ജീവനെ വെക്കാൻ വരെ തയ്യാറാണ്. ഇമാതിരിയുള്ള ഒരുപാട് ആൾക്കാര് ഇന്ന് നമ്മുടെ സഭകൾക്കകത്തുണ്ട്. യേശുവിന് വേണ്ടി ജീവൻ വെക്കാൻ തയ്യാറാണ്, എന്തും ചെലവിടാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് പത്രോസിന്റെ ഈ സമയത്തുള്ള അനുഭവമാണ്, കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടല്ലാതെ ഇന്ന് സൈറൻ കേൾക്കില്ല, ഇന്ന് അവിടുത്തെ മണി മുഴങ്ങില്ല. കൃത്യം ടൈം ചൂണ്ടിക്കാണിച്ച് കർത്താവ് പറയാണ്, എനിക്ക് വേണ്ടി ജീവനെ വെച്ച് തരാൻ തയ്യാറായി നിൽക്കുന്ന നീ നിന്റെ വായ കൊണ്ട് എന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞിട്ട് മാത്രമേ ഇന്ന് സൈറൻ കേൾക്കത്തുള്ളൂ. നിങ്ങളറിയണം, യേശുവിന്റെ കൂടെ മരിക്കാനും എന്ത് കാര്യത്തിനും ഒരുമ്പിട്ടിറങ്ങി നിൽക്കുന്ന ശിഷ്യനായിരുന്നു പത്രോസ്.
പക്ഷേ അയാൾ ഗുണം പിടിച്ചിരുന്നില്ല എന്നുള്ളത് ക്രിസ്തു ഓർപ്പിക്കുമ്പോൾ അത് അയാൾ സമ്മതിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കറിയാം, ഒടുവിൽ അയാൾ 3-ാം പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറയുന്ന ഘട്ടത്തിലാണ് അവിടെ കോഴി കൂകുന്നത്, അല്ലെങ്കിൽ സൈറൻ കേൾക്കുന്നത്. ഉടനെ പത്രോസ് യേശുവിനെ നോക്കുന്നു, രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നു. പത്രോസ് പൊട്ടിക്കരഞ്ഞ് മാനസാന്തരത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഗൗരവമേറിയൊരു കാര്യം മനസ്സിലാക്കണം. പത്രോസ് ജീവനെ വയ്ക്കാൻ തയ്യാറുണ്ടായിരുന്നെങ്കിലും ഏതു സമയത്തും കർത്താവിനെ തള്ളിപ്പറയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നു അയാൾ. ഇതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ. കർത്താവിന്റെ കൂടെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നെങ്കിലും ക്രിസ്തു എവിടേക്ക് പോകുന്നെന്നും അറിവില്ല, ക്രിസ്തു ആരെന്നും അറിവില്ല. അടുത്ത കർത്താവ് 14-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, പിതാവിലും വിശ്വസിക്കണം. സ്വർഗത്തിൽ അനേകം സ്ഥലമുണ്ട്, ഞാൻ പോയിട്ട് നിങ്ങളെ അവിടേക്ക് ചേർത്തുകൊള്ളാം. ഇതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ള എത്ര ചർച്ചകളാണ് ഇന്ന് നമുക്ക് നിലനിൽക്കുന്നത്? വളരെ കുറവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ യാത്രയും പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു തലമുറ നമുക്ക് മുൻപിലുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ അതൊന്നുമല്ല പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പൗരസ്ത്യ ചർച്ചകളിൽ ജനം പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കാതെ കുറെ ഫിലോസഫി പറഞ്ഞു നടന്നു. പിൽക്കാലത്ത് വന്ന തലമുറയ്ക്ക് ഫിലോസഫി വലിയ താല്പര്യമില്ലാതായി, അവരത് ഉപേക്ഷിച്ചു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ആത്മനിറവിൽ സ്വർഗീയമായതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ ആ പ്രത്യാശയിൽ ജീവിക്കാതെ മുമ്പിലേക്ക് പോകാമെന്ന് കരുതിയാൽ അധിക നാൾ അതിന് പോകാനാവില്ല. കാരണം അതിന് ഈ ഊഷരഭൂമിയിൽ വലിയ വേരോട്ടം ഉണ്ടാവില്ല. അപ്പൊ കർത്താവ് വളരെ ഗൗരവമായി പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഇന്നതേ കലങ്ങിയിരിക്കുന്നു. നിങ്ങൾ അറിയണം, കർത്താവ് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ 5-ാം വാക്യത്തിൽ തോമസ് എന്ന് ചോദിക്കുകയാണ്, കർത്താവേ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? എത്ര വേദനാജനകം. യേശുവിന്റെ കൂടെ നടക്കുന്ന ജനം ശരിക്കും ശിഷ്യന്മാർ. കർത്താവ് അവരുടെ അടുത്ത് പറയുക, ഞാൻ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോകാൻ പോവുകയാണ്. ശിഷ്യനായ തോമസ് പറയാ, നീ എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല, കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ നീ ആരെന്നും ഞങ്ങൾക്കറിയില്ല. ദിസ് ഈസ് വാട്ട് ദ മേജർ ഇഷ്യൂ ഓഫ് നൗഡേയ്സ് ഇൻ അവർ ചർച്ച്. ഇത് സഭകളിൽ മാറാതെ സഭ ഗുണം പിടിക്കില്ല സുഹൃത്തുക്കളെ. ഞാനും നിങ്ങളും ഗുണം പിടിക്കില്ല. നമ്മൾ ഗുണം പിടിക്കണമെങ്കിൽ ആദ്യം നടക്കേണ്ടത് ക്രിസ്തുവിനെ നമ്മൾ അറിയണം. ക്രിസ്തു അതാ പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൗർഭാഗ്യവശാൽ സത്യം എന്തെന്ന് തിരിച്ചറിയാതെ, തിരുവഴുത്തിലെ ക്രിസ്തുവിനെ ഗ്രഹിക്കാൻ കഴിയാതെ, നമുക്ക് ഇഷ്ടപ്പെട്ട താളുകളും ഇഷ്ടപ്പെട്ട പുറഞ്ചട്ടയുമുള്ള മനോഹരമായ ബൈബിളുകൾ മേടിച്ച് കഷത്ത് തിരികെ സഭയിൽ പോയി കുറെ നേരം ഇരിക്കുന്നതല്ലാതെ കഥയെന്താണെന്ന് ഇന്നും അനേകർക്കറിയില്ല. ദൗർഭാഗ്യവശാൽ ശുശ്രൂഷിക്കുന്ന മിടുക്കന്മാർക്കും ഇത് അറിയില്ലെന്നുള്ളതാണ് ഖേദകരം. 3 കൊല്ലം കൊടുക്കുന്ന ഇടത്തിരുന്ന് സ്വന്തമായി മേടിച്ച വസ്തുവിന്റെ ലോൺ അടയ്ക്കുകയും തട്ടിക്കൂട്ടിയ വീടിന്റെ ലോൺ അടയ്ക്കുകയും മേടിച്ചു വെച്ച കാറിന്റെ ലോൺ അടയ്ക്കുകയും പിള്ളേരുടെ വിദ്യാഭ്യാസം നടത്തി ചൊളിവിന് കാലം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ ദൗർഭാഗ്യവശാൽ ഇന്നിന്റെ സഭകൾക്കകത്ത് ക്രിസ്തുവിന്റെ ജീവൻ പകരപ്പെടുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇവകളിൽ നിന്ന് എന്നാണ് നമുക്ക് ഉണരാൻ കഴിയുക എന്നെനിക്കറിയില്ല. സഭകൾക്കകത്ത് ആള് തിങ്ങി നിറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ചെയ്തു പോയ ദൗത്യം നമുക്ക് ഗുണകരമായി വരുന്നില്ലെങ്കിൽ, അതിനെ വസൂലാക്കി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതം വിദേശത്ത് പൂട്ടിയിട്ടിരിക്കുന്ന സഭകളിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല. അടുത്ത് ക്രിസ്തു പറയാൻ, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഫിലിപ്പോസിന്റെ അടുത്ത ചോദ്യം, കർത്താവെ പിതാവിനെ ഒന്ന് കാണിച്ചെന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തൊരു ഗതികേടാണ്. പത്രോസ് പറയുന്നു, ഞാൻ നിനക്ക് ജീവനെ വെച്ച് തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അയാൾ തള്ളി പറയുന്നു. തോമസ് പറയുന്നു, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ വഴി എങ്ങനെ അറിയാം? ഫിലിപ്പോസ് ചോദിക്കുന്നു, പിതാവിനെ കാണിച്ചു തരാൻ വല്ല വകുപ്പുണ്ടോ? ഇസ്കര്യോത്താവ് അല്ലാത്ത യൂദ ആ അധ്യായം താഴേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ്, കർത്താവേ നീ എന്തിനാ പോകുന്നേ? ചുരുക്കി പറഞ്ഞാൽ, കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ കർത്താവിന്റെ പുറകെ നടക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ. സാക്ഷാൽ ക്രിസ്തുവിന്റെ പുറകെ പോലും ഈ ശിഷ്യന്മാർ 3.5 കൊല്ലം നടന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തത്
പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി അവർ തിരിച്ചറിഞ്ഞു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. 3.5 കൊല്ലം യേശുവിന്റെ പുറകെ നടന്ന പത്രോസ് മനസ്സിലാകാത്ത എത്രയോ വലിയ കാര്യങ്ങൾ അയാളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ മനസ്സിലാക്കുന്നു. ശിഷ്യന്മാരുടെ കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ, തിരുവെഴുത്തുകളുടെ ആധികാരികത അയാൾ സംസാരിക്കുമ്പോൾ, ഒറ്റപ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു എന്ന വചനം സംസാരിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് വ്യാപനത്തിന്റെ, പരിശുദ്ധാത്മാവ് നമ്മെ സാക്ഷിയാക്കി മാറ്റിയാൽ സംഭവിക്കാൻ പോകുന്ന ജീവന്റെ ആഴം എത്ര വലുതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ സ്നേഹം ജനഹൃദയങ്ങളിലേക്ക് പകരുവാൻ കഴിയുന്നത് നമ്മുടെ ഫിലോസഫിക്കൽ ടെർമിനോളജി വച്ചിട്ടല്ല, നമ്മുടെ പ്രസംഗത്തിന്റെ വൈഭവം വച്ചിട്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെയാണ്. ആ ശക്തി എവിടെല്ലാം ഒഴുകുന്നതിന് തടസ്സം വന്നുവോ അവിടെല്ലാം ഒന്നുകിൽ ചെകുത്താൻ വെളിച്ചപ്പാടിന്റെ ശക്തി വ്യാപരിപ്പിച്ചു, അല്ലെങ്കിൽ സഭകൾ പൂട്ടപ്പെട്ടു. നമുക്കെന്നറിയാം, കേരളത്തിൽ ഒരുപാടിടത്ത് ഈ എണ്ണ തേച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുക്കുന്ന സ്ഥലമുണ്ട്, ഷോള് കൊടുക്കുന്ന സ്ഥലമുണ്ട്, പേന കൊടുക്കുന്ന സ്ഥലമുണ്ട്, കീച്ചൈന് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെല്ലാം വിരാജിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവല്ല, കൃത്യം ദുരാത്മാവാണ്. ചെകുത്താൻ യേശുവിനോട് പറയുന്നു, ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന മുഴുവൻ നിനക്ക് തരാം. ഈ കാണുന്ന മുഴുവൻ കൈക്കലാക്കുവാൻ വേണ്ടി ഈ കേമന്മാർ വിറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പേരിൽ കൊടുക്കുന്ന സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകുന്ന ആയിരക്കണക്കിന് ജനത്തെ കണ്ടിട്ട് നിങ്ങൾക്കിത് ആത്മാവിന്റെ വളർച്ചയായിട്ടാണോ തോന്നുന്നത്? നിങ്ങൾക്കിത് ക്രിസ്ത്യാനിയുടെ വളർച്ചയായിട്ടാണോ തോന്നുന്നത്? ഒരിക്കലുമല്ല. ഒരിക്കലും ക്രിസ്തുവിങ്കിലേക്ക് ജനം അടുക്കാതെ വണ്ണം ജനത്തെ പാപത്തിൽ തളച്ചിടുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവകളെ കാണുവാനും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ചേ മതിയാകൂ. കർത്താവ് അതാണ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും. നമുക്കിന്ന് പറ്റിപ്പോയത്, ശക്തിയില്ലാതെ പണത്തിന്റെയും മറ്റുതര ഇടപാടുകളുടെയും ശക്തിയിൽ നമ്മൾ യേശുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി. നമുക്ക് കുറച്ച് കാശും പ്രൗഢികളൊക്കെ ഉണ്ടായി എങ്കിലും ക്രിസ്തു ഇവിടെല്ലാം അപ്രസക്തമായി എന്നുള്ളതാണ് പ്രധാനം. ഇനി ക്രിസ്തു വന്നതിന്റെ പ്രധാന ഉദ്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക, അവർ നമ്മെപ്പോലെ ഒന്നാകണം. ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ആകെ ചർച്ച നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സപ്പോർട്ട് കൂടാതെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ദൈവീക മർമ്മം ഇന്ന് മാനവകുലത്തെ ആകെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഈ പ്രതിസന്ധിയുടെ ചുവട് പിടിച്ചാണ് മുഹമ്മദ് നബിയുടെ വരവ്. അയാൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ വെറുമൊരു പ്രവാചകനായി താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ക്രിസ്തുവിലൂടെ മാനവകുലത്തിനുണ്ടാകുവാനിരുന്ന ദൈവത്തിന്റെ അടുക്കലേക്കുള്ള ഒന്നാകൽ പദ്ധതിയെ അയാൾ മണ്ണിട്ട് മൂടിയെന്നോ മറച്ചു പിടിച്ചു എന്നോ പറയാം. അങ്ങനെ അള്ളാഹു എന്ന കഥാപാത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെകുത്താൻ ദേശത്തിൽ നല്ലൊരു പക്ഷം ജനത്തെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ നിന്ന് പുറകോട്ടടിച്ചിരിക്കുകയാണ്. അത് പിശാചിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം ഏദൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്നിപ്പിക്കാനാണ്. അതാ കർത്താവ് പറയുന്നത്, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാകണം. വളരെ ഗൗരവത്തോടെ മനസ്സിലാവുക. നമുക്കൊന്നാകാൻ കഴിയുന്നില്ലെങ്കിൽ അതിനിടയിൽ വ്യാപരിക്കുന്നത് ദുരാത്മാവ് തന്നെയാണ്, പൈശാചിക ശക്തി തന്നെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഒന്നാകാനാകാതെ വിഘടിച്ചു പോകുമ്പോൾ, ഒന്നാകാൻ കഴിയാതെ രണ്ടായി പോകുമ്പോൾ, ഭിന്നിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ ചെകുത്താൻ തന്നെയാണ് അവിടെ വിജയിക്കുന്നത് എന്ന വസ്തുത ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം നമ്മെ ഒന്നാക്കാനാണ്. ഇനി 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവർ നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. എത്ര മനോഹരമാണെന്നറിയാവോ? നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകണം. അപ്പൊ കർത്താവിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. നമ്മൾ തമ്മിൽ ഒന്നാകണം,
നമ്മൾ ചേർന്ന് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നായ നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനോട് ചേരണം. അങ്ങനെ ഒരു ഒന്നാകൽ പദ്ധതിയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചെകുത്താൻ നമ്മളെ ഭിന്നിപ്പിക്കുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ ഭിന്നത നിറഞ്ഞ് ഇന്ന് നമ്മൾ നാട്ടിൽ കാണുന്ന എല്ലാ സഭകളിലും ഈ ഭിന്നത കാണുകയാണ്. യേശു ഒരു കാര്യം കൂടി പറയുന്നു, കർത്താവേ, നീയാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് ലോകം വിശ്വസിക്കാൻ ഇവർ തമ്മിൽ സ്നേഹിക്കണം. ദൈവമക്കളെ, അമേരിക്കയിലും UK-യിലും ദൈവസഭകൾ പൂട്ടിയിരിക്കുന്നു, ആളുകളില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേജാറാവണ്ട. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുടുംബത്തിൽ എവിടെയൊക്കെയാണ് ദൈവസാന്നിധ്യമുള്ളത്? നമുക്കൊന്നാകാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ക്രിസ്തുവിൽ ഒന്നാകാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ക്രിസ്തുവുമായും പിതാവുമായും ഒന്നാകാൻ കഴിയുന്നുണ്ടോ? ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. അതിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നില്ല എങ്കിൽ നമ്മളും സഭ പൂട്ടിയിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അത് ചെകുത്താന്റെ സഭ തന്നെയാണ്. കാര്യം തിരിച്ചറിയുക, നാം എത്തി നിൽക്കുന്നത് അന്ത്യകാലത്തിലാണ്. എന്ത് പേര് പറഞ്ഞും നമ്മൾ പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, വിയോജിപ്പിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിൽ നമുക്കൊന്നാകാൻ കഴിയാത്ത വിധം നമ്മൾ ഭയങ്കര വിശുദ്ധി പറഞ്ഞ് അകന്നു നിൽക്കുന്നു എങ്കിൽ നമ്മൾ അപകടത്തിന്റെ പാതയിൽ തന്നെയാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മെ ഒരുമിപ്പിക്കാൻ, സമാധാനമുണ്ടാക്കാൻ, വേർപാടിന്റെ നടിച്ചുമറുടി ഇടിച്ചു കളയുവാൻ ആ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ആ മരിച്ചതിന്റെ മേന്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവമക്കളായി തീരാൻ തയ്യാറാകണം. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമുക്ക് ദൈവമക്കളാകാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് പോലെ ഒന്നായി ചേരൽ പദ്ധതിയിലേക്ക് നമ്മൾ നടന്നാൽ നാം തമ്മിൽ ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ വ്യാപനം എല്ലാ അവയവങ്ങളിലേക്കും ഒരുപോലെ വ്യാപരിച്ച് നമുക്ക് ആത്മനിറവിൽ വചനപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞാൽ നിത്യതയ്ക്കെത്താം. അല്ലാതെ ചെകുത്താന് കുട പിടിച്ചുകൊണ്ട് വിയോജിപ്പിന്റെ മക്കളായി നമ്മൾ ജീവിച്ചാൽ അധികനാൾ ജീവിക്കാനാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിദേശത്തെ ചർച്ചുകൾ പൂട്ടപ്പെട്ടിരിക്കുന്നതും കേരളത്തിലെ ചർച്ചുകൾ തുറന്നു വച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഓടുന്നതെല്ലാം നഷ്ടമാണെന്ന് തിരിച്ചറിയണം. നിർത്തുക, ചിന്തിക്കുക, ഗൗരവമായി കാര്യത്തെ എടുക്കുക. കാലങ്ങളേറെ ഇല്ലെന്ന് തിരിച്ചറിയുക, മാനസാന്തരപ്പെടുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.